ഡിയർ പാർക്കാണിത്. ഇതിനകത്തൂടെയാണ് പോകുന്നത്. ഡിയർ പാർക്കിലോട്ട് കാട്ടിനകത്തൂടെ നടന്ന് ഡിയർ പാർക്കിൽ പോകണം. ഈ വെള്ളത്തിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ക്രൊക്കഡൈലിനെ കാണാറുണ്ടെന്ന്. ഹലോ, ഞാൻ സുജിത്ത്. വെൽക്കം ടു എസ് ജേണി. തിരുവനന്തപുരത്ത് നെയ്യാർ ഡാം എന്ന് പറയുന്ന നല്ല കിടിലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നെയ്യാർ ഡാമിൽ ഒരു ബോട്ടിംഗ് ആണ്. ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ നല്ല കിടിലം സംഭവമാണ്. രണ്ട് സൈഡിലും വനം, നടുക്കൂട്ടി നമ്മൾ ഒരു ബോട്ടിംഗ്. അതുപോലെ നെയ്യാർ ഡാമിൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ചീങ്കണ്ണി, ആന, മാന്, അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് വരും. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ബോട്ട് വന്നു. നെയ്യാർ ഡാമിൽ വന്നിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് നെയ്യാർ ഡാം. നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഹലോ ഗൈസ് ഇല്ലേ? ഇവിടെ വരുന്നവർ എന്തായാലും ഒരു ബോട്ടിംഗ് എടുക്കുന്നത് നല്ലതാണ്. നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച്, വനത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് ഒരു ബോട്ടിംഗ് അടിപൊളിയാണ് ഇവിടെ. അതുപോലെ മറ്റ് കാണാനുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്രൊക്കഡൈൽ പാർക്കുണ്ട്, അതുപോലെ ഡിയർ പാർക്കുണ്ട്, പിന്നെ 2 ആനകളുണ്ട്. അടിപൊളിയാണ് ഇവിടെ. ഒരു ഡേ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് തിരുവനന്തപുരത്തുള്ള ഈ നെയ്യാർ ഡാമിനുള്ളത്. ലയൺ സഫാരി പാർക്കിൻ്റെ ഒരു ബോർഡ് അവിടെ കാണാം. മുമ്പ് ഇവിടെ ലയൺ സഫാരി പാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രവർത്തനമല്ല. I love you. I love you. ഇനിയിപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യും. ഇവിടെയാണ് മാനും ആനയൊക്കെ ഉള്ളത്. കുറേ നേരം കഴിയുമ്പോഴേ ഇനി ബോട്ട് നമ്മളെ തിരിച്ച് വിളിക്കാൻ പറ്റത്തുള്ളൂ. എന്നാടാ ബോട്ടിന് ഗാർഡൻ ആക്കി വെച്ചേക്കണം. അതൊക്കെ ഉണ്ടടാ. പിന്നെ കൊമ്പുള്ളത് കൊമ്പനല്ലേ? ഒരു കൊമ്പനും ഒരു പിടിയാനയും. ഇവിടെ 2 ആനയാണുള്ളത്. ഒരു പിടിയാനയും ഒരു കൊമ്പനാനയും. ആനക്കുട്ടി, ഇവൻ്റെ പേര് കണ്ണനെന്നാണ്. ഡിയർ പാർക്കാണ്.
അത്രയൊന്നുമില്ല. ഡിയർ പാർക്കാണിത്. ഇതിനകത്തൂടെയാണ് പോകുന്നത് ഡിയർ പാർക്കിലോട്ട്. കുഴപ്പമില്ല. കാട്ടിനകത്തൂടെ നടന്ന് ഡിയർ പാർക്കിൽ പോകണം. പിന്നല്ലാതെ ഈ വെള്ളത്തിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ക്രൊക്കഡൈലിനെ കാണാറുണ്ടെന്ന്. എനിക്ക് നമ്മൾ കാറിൽ വന്ന റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ചേട്ടാ മോനിൽ മുള പിടിച്ചോ. ഈ കമ്പിവേലിക്ക് അപ്പുറത്താണ് ഡിയർ പാർക്ക്. ഒരുപാട് സ്ഥലമുണ്ട്, കുറേ മാനുകൾ നിൽപ്പുണ്ട് അവിടെ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആന, പിന്നെ ഈ വനത്തിൻ്റെ നടുക്കൂടെയുള്ള ബോട്ടിങ്, പിന്നെ ക്രൊക്കഡൈൽ പാർക്കുണ്ട്. അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ച് ക്രൊക്കഡൈലുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട്. കെട്ടിയിട്ടേക്കണമെന്നേ ഉള്ളൂ. നല്ല വനത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കും ആന. പോടാ, അങ്ങോട്ട് മാറി. ആന വരണേ കിട്ടും. ചങ്ങലുണ്ടല്ലോ, ആന ഇങ്ങോട്ടാണ് വരണ. ആ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തോന്നിക്കാണും ഇടച്ചങ്ങല ഇട്ടിട്ട് ആനയെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അതിന് കഷ്ടപ്പാടല്ലേന്ന് തോന്നിക്കാണും. അത് അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കുഞ്ഞാനയാണ്, കുസൃതിയാണ്. അപ്പോഴേക്കും പാപം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇടച്ചങ്ങല ഇട്ടില്ലെങ്കിൽ മറ്റുള്ളവർ ആനയെ കാണാൻ നിൽക്കുന്ന ആൾക്കാർ ആനക്കുട്ടി ഓട്ടിക്കും. അതുകൊണ്ടാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇടച്ചങ്ങല ഇട്ട് ആനയെ അവിടെ നിന്ന് ദൂരെ കൊണ്ടുവന്നത്. കുറേ നേരം ഇവിടെ നിന്ന് ആനകളെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ആനക്കുഞ്ഞിനെയും അപ്പുറത്ത് നിൽക്കുന്ന ആ വലിയ പിടി ആനയൊക്കെ അവർ നല്ലതായിട്ട് നോക്കുന്നുണ്ട്. ബോട്ട് വരാൻ ഇനിയും കുറച്ച് സമയമുണ്ട്. അതുകൊണ്ട് നമുക്കിനി കുറച്ച് നേരം ആന കാഴ്ചകളൊക്കെ കാണാം. ആനയെ കുളിപ്പിക്കുന്നതും ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ കാണാം.
അങ്ങനെ കിടക്കണുണ്ടോ? അപ്പോൾ കേട്ടോ പിന്നെ കണ്ണു അടച്ചല്ലോ. ഈ പാപ്പാനും ആനയും തമ്മിൽ നല്ല കമ്പനിയാണെന്ന് തോന്നുന്നു. ആനയുടെ കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മാറിയില്ല. അപ്പോൾ അപ്പോൾ അങ്ങനെ ആനകളോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ബോട്ട് യാത്ര വീണ്ടും തുടരുകയാണ്. നെയ്യാർ ഡാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ അഗസ്ത്യാർ കൂടത്തിൻ്റെ താഴ്വരയിലാണ് ഈ നെയ്യാർ ഡാം ഉള്ളത്. അഗസ്ത്യാർ മലയൊക്കെയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഗ്രാവിറ്റി ഡാമുകളിൽ ഒന്നാണ് നെയ്യാർ ഡാം. 1958 കമ്മീഷൻ ചെയ്തതാണ് ഇവിടുത്തെ അണക്കെട്ട്. കൃഷി ആവശ്യത്തിനുള്ള ജലസേവനമായിരുന്നു ഡാം നിർമ്മിക്കുന്നതിനുള്ള മെയിൻ കാരണം. നെയ്യാർ ഡാമിൻ്റെ കുറുകെ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നത് വരത്തേക്കും ഈ നാടിൻ്റെ പേര് ചേമ്പിലാമൂട് എന്നായിരുന്നു. ചേമ്പിലാമൂട് എന്ന സ്ഥലം നെയ്യാർ ഡാമായി മാറിയിട്ട് 6.5 പതിറ്റാണ്ടിന് മുകളിലായി. നെയ്യാറ്റിൻകര, കാട്ടാക്കട, തിരുവനന്തപുരം തുടങ്ങിയ താലൂക്കുകൾക്കും കന്യാകുമാരി ജില്ലയുടെ ചില ഭാഗങ്ങൾക്കും കുടിവെള്ളവും മണ്ണിൻ്റെ ജീവജലവും നെയ്യാർ ഡാമിൽ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന മുമ്പ് സർക്കാരിനോട് ഒരൊറ്റ കാര്യമേ പറയാവുള്ളൂ. ഒന്ന്, ഈ നെയ്യാർ ഡാമിലോട്ട് ശ്രദ്ധിക്കുക. ടൂറിസം കേരളത്തിൻ്റെ മെയിൻ ഒരു വരുമാനമാണ്. ലയൺ സഫാരി പാർക്ക് ഓപ്പൺ ആക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ടൂറിസ്റ്റ് എത്ര വരുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി ടൂറിസ്റ്റ് ഇങ്ങോട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള നല്ല സൗകര്യം, അവർക്ക് സുരക്ഷിതമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള നല്ല സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഹണിമൂൺ കപ്പിൾസും ഫാമിലിയും ഒക്കെ 1-2 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ ഇങ്ങോട്ട് വരും. കാരണം അത്രയ്ക്ക് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. നല്ല താമസ സൗകര്യം ഇവിടെ ഉണ്ടെങ്കിൽ
ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർ പലരും ഇവിടെ വന്ന് നന്നായിട്ട് അത് വ്ളോഗ് ചെയ്യും, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അങ്ങനെ സർക്കാരിന് പ്രൊമോഷൻ ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് എത്തും. ടൂറിസ്റ്റുകൾ ഒരുപാട് എത്തുമ്പോഴേക്കും നെയ്യാർ ഡാമിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർക്കൊന്നും ഈ പറയും പോലെ ഗൾഫിലും യൂറോപ്പിലൊന്നും പോയി കിടന്ന് കഷ്ടപ്പെടാതെ ഇവിടെ നിന്ന് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരത്തേക്കും ബൈ.